ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ദോഷകരമായി ബാധിച്ച ഘടകങ്ങൾ എന്തെല്ലാമായിരിക്കുമെന്ന് നമ്മളൊരു പരിശോധന നടത്തുമ്പോൾ ഒരു ഘടകം എന്ന് പറയുന്നത് ശബരിമലയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പം ആ ശബരിമല നിൽക്കുന്ന വാർഡിലെ ജനവിധി അല്ലെങ്കിൽ പന്തളം മുനിസിപ്പാലിറ്റിയിലെ ജനവിധി ഒക്കെ ഈ വാദത്തെ നിരാകരിക്കുന്നതാണ്. അവിടെയൊക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഒറ്റപ്പെട്ട കക്ഷിയായിട്ട് പന്തളത്തൊക്കെ വന്ന സാഹചര്യമുണ്ട്. അത് BJP ഭരണം പോയി. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലയിലെ ഭൂരിപക്ഷം നിയമസഭാ മണ്ഡലങ്ങളിലും ഇപ്പോഴും LDF തന്നെയാണ് മേജർ ഫോഴ്സ്. ജില്ലാ പഞ്ചായത്തുകൾ ഈ മൂന്നിടത്തും അങ്ങനെയാണ്, പത്തനംതിട്ട ഒഴികെ. അതൊക്കെ ഇരിക്കുമ്പോഴും ജനമനസ്സിനകത്ത് ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായ ഒരു വികാരം ഉണ്ടാക്കുന്നതിൽ അതൊരു പങ്ക് വഹിച്ചു എന്ന് പറയുന്നത് ഒരു വസ്തുതയാണ്. അന്വേഷണത്തിൽ ഗവൺമെൻറ് ഇടപെട്ടില്ല, ഭംഗിയായിട്ട് അന്വേഷണം നടക്കുന്നു. എന്നാൽ പോലും അത് കേരളത്തിൽ ഒരു വലിയ പ്രചരണ ആയുധമാക്കി മാറ്റുന്നതിന് UDFന് സാധിച്ചു. നമ്മുടെ ഈ പോറ്റിയുമായിട്ട് ഏറ്റവും കൂടുതൽ ഫോട്ടോ എടുത്തിരിക്കുന്നത് ഈ നമ്മുടെ ലോക്സഭാ MP ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാരാണ്. ഞാൻ ശ്രീമതി സോണിയാഗാന്ധിയുടെ ഫോട്ടോയിലും ആ കാര്യത്തിൽ കൂടെ പോലെ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ കണ്ടു, പോറ്റിയുടെ ഫോട്ടോ കണ്ടു. എന്തായാലും AI സൃഷ്ടിക്കുന്ന ഒരു കൃത്രിമമായ ഇമേജ് ഒന്നും അല്ലാതെ. അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ പ്രചരണം നല്ലതുപോലെ കേരളത്തിൽ ഏറ്റു എന്ന് പറയുന്നതാണ് ഒരു വസ്തുത. അതുപോലെ മതന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്കിടയിൽ ചില ആശങ്കകൾ ഉളവാക്കുന്ന സാഹചര്യങ്ങളുണ്ടായി. ഇപ്പോൾ SIR നല്ലതുപോലെ വടക്കേ ഇന്ത്യയിൽ ബാധിച്ചു എന്ന് നമുക്കറിയാം. 65 ലക്ഷം വോട്ടർമാർ ബീഹാറിൽ വെട്ടിമാറ്റപ്പെട്ടു. ഇപ്പോൾ കേരളത്തിലും SIR വരുമ്പോൾ ഉണ്ടാകുന്ന ചില ആശങ്കകൾ ഉൾപ്പെടെയുള്ള ചില കാര്യങ്ങൾ, പിന്നെ ഒരുതരം സാമുദായിക ധ്രുവീകരണം ശക്തിപ്പെടുത്താൻ സഹായിക്കുന്ന തരത്തിലുള്ള ചില ആളുകളുടെ പ്രസ്താവനകൾ ഒക്കെ പല ഘടകങ്ങളാണ്. പിന്നെ ജനങ്ങൾക്കിടയിൽ വേണ്ടത്ര ഈ കാര്യങ്ങൾ എത്തിക്കാൻ കഴിയാതെ പോയതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, ഏതാണ്ട് പൂർണ്ണമായ ഐക്യത്തോടു കൂടിയാണ് LDF മത്സരിച്ചിരുന്നത് എന്നതാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൊക്കെ സ്വാഭാവികമായിട്ടും ചെറിയ പിണക്കങ്ങൾ, തർക്കങ്ങളൊക്കെ ഉണ്ടാവും. അതേസമയം അപൂർവം ജില്ലകളിൽ എന്ന് പറഞ്ഞാൽ അപൂർവം ചില പ്രദേശങ്ങളിൽ മാത്രമാണ് LDFലെ പ്രധാന കക്ഷികൾ തമ്മിലുള്ള മത്സരം പോലും ഉണ്ടായിരുന്നത്. അത് മുൻകാലത്തേക്കാൾ അപേക്ഷിച്ച് കുറവാണെന്നാണ് എൻ്റെ ഒരു ബോധ്യം. ഇതൊക്കെ ആയിട്ടും പരാജയം ഉണ്ടായി എന്ന് പറയുന്നത് ഞങ്ങളിപ്പോൾ നന്നായി അത് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. അത് 56 നിയമസഭാ മണ്ഡലങ്ങളിൽ ഇപ്പോഴും LDFന് നല്ല ഭൂരിപക്ഷമുണ്ട്. സ്വാഭാവികമായിട്ട് ഞങ്ങൾ ഇതിനെ അതിജീവിക്കും. അത് ഉറപ്പായ ഒരു കാര്യമാണ്.